ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിലെ ഒന്നാം പ്രതി ഡോക്ടർ എം.കെ. റാം അറസ്റ്റിലായി. കീഴടങ്ങാൻ വരുന്ന സമയത്ത് കുടകിൽ നിന്നാണ് റാമിനെ ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്. റാമിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഏതാനും ദിവസം മുൻപ് സുപ്രീം കോടതി തള്ളിയിരുന്നു. പ്രതിയെ ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും. ജീവനൊടുക്കി 100 ദിവസം പിന്നിടുമ്പോഴാണ് കേസിലെ ഒന്നാം പ്രതിയായ ഡോക്ടർ എം.കെ. റാം പിടിയിലാകുന്നത്. സുപ്രീം കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ കീഴടങ്ങാൻ വരുന്നതിനിടെയാണ് കുടകിൽ നിന്ന് ഇയാൾ പിടിയിലായത്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിലാണ് റാമിനെ പിടികൂടിയത്. ഇന്ന് റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ബാക്കി അറസ്റ്റിന്റെ നിയമ നടപടികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. കീഴടങ്ങാൻ റാം തീരുമാനിച്ചിരുന്നെന്നും ഇതിനായി വരുന്നതിനിടയിലാണ് പോലീസ് പിടികൂടിയത് എന്നും റാമിന്റെ അഭിഭാഷകൻ പറഞ്ഞു. Sir, we are on the way from the Bangalore. He is originally from Yes. We accompanied with him. We came for court. Arrested, but on the way we are arrested. We are on the way to the court. കണ്ണൂർ കമ്മീഷണറുടെ മേൽനോട്ടത്തിലായിരുന്നു ആദ്യ അന്വേഷണം. പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ഏപ്രിൽ 10 തിരുവനന്തപുരം സ്വദേശിയായ നിതിൻ രാജ് അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. ജനം, കണ്ണൂർ.